ഇന്നത്തെ മോർണിംഗ് ടാസ്ക്. വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഉപകരണവുമായി ഒരാളെ ഉപമിക്കുക. വ്യക്തമായ കാരണവും പറയുക. അനീഷാണ് ആദ്യം വന്നത്. പഞ്ചസാരയുമായി നിവിനെ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞു ഉപകരണവുമായിട്ടാണ് ഉപമിക്കേണ്ടത്. വ്യക്തമായ കാരണവും പറയണം. കുറേ നേരം ആലോചിച്ചിട്ട് പിന്നെ പറയാം ബിഗ് ബോസേ എന്ന് പറഞ്ഞ് അനീഷ് പോയി. അത് കഴിഞ്ഞ് ഷാനവാസ് വന്ന് ആദിലെ ഗ്യാസ് കുറ്റിയുമായി ഉപമിച്ചു. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ വന്നത് നിവിനാണ്. ആടുന്ന തൊട്ടിൽ പോലുള്ള ചെയറുമായിട്ടാണ് ഞാൻ ഉപമിക്കുന്നത്. അക്ബറിനെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അത് നന്നായി ആടും. പക്ഷേ ഒന്നുകിൽ കാറ്റ് വേണം, അല്ലെങ്കിൽ ആരെങ്കിലും ആട്ടി കൊടുക്കണം. എന്നാൽ മാത്രമാണ് അത് നന്നായിട്ട് ആടുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ആ വസ്തുവിന് ഒരിക്കലും സ്വന്തമായി ആടാനുള്ള കഴിവില്ല. ഏറ്റവും കൂടുതൽ ആ കസേരയുമായി എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് അക്ബറിനെയാണ്. സാബുമാൻ വന്ന് പറഞ്ഞത് ഉനീലിനെയാണ്. ബീൻ ബാഗുമായാണ് ഉപമിക്കുന്നത്. അത് എപ്പോഴും ഒരിടത്താണ് ഇരിക്കുന്നത്. അതുപോലെയാണ് നമ്മളതിലിരിക്കുമ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിളാണ്. അതുപോലെയാണ് ഒനീലിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് തോന്നുന്നതെന്ന് പറയുന്നു. അടുത്തത് അക്ബർ അനീഷിനെ തത്തമ്മയുമായിട്ടാണ് ഉപമിച്ചത്. തത്തമ്മ എപ്പോഴും നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന 2 or 3 തവണ പറയും. അതുപോലെയാണ് അനീഷേട്ടൻ. വെറുതെ ഒരു കാര്യം 2-3 വട്ടം പറയുന്നത്, അല്ലാതെ ഒരു കാര്യവുമില്ല. അടുത്തത് ആര്യനാണ്. ജിഷേലിനെ അംബർലയുമായി ഉപമിക്കുന്നത്. എനിക്ക് ജിഷേലിനുമായിട്ട് ഇവിടെ എൻ്റെ കൂടെ എപ്പോഴും കാണാറുണ്ട്. മഴയത്തും വെയിലത്തും കൂടെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെയാണ് ജിഷേൽ എനിക്ക്. അടുത്ത വന്നത് ലക്ഷ്മിയാണ്. ലക്ഷ്മി അനീഷിനെ സ്റ്റോർ റൂം ക്യാമറയായിട്ടാണ് ഉപമിച്ചത്. സ്റ്റോർ റൂം ക്യാമറ ഇടയ്ക്കിടയ്ക്ക് തന്നെ വർക്കാവത്തുള്ളൂ. അതുപോലെ തന്നെയാണ് അനീഷ്. ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് അനീഷ് മിണ്ടുന്നത്. അടുത്തത് ബിന്നിയാണ്. നിവിനെയാണ്. ഇവിടുത്തെ വാഷിംഗ് മെഷീൻ പോലെയാണ്. വാഷിംഗ് മെഷീൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെയാണ് നിവിൻ. ഒരു ഉപകാരത്തിനും നമുക്ക് കിട്ടില്ല. വാഷിംഗ് മെഷീൻ ഉണ്ട്, ബട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുപോലെയാണ് നിവിൻ. അടുത്ത ആദില വന്ന് അക്ബറിനെ കത്തിയുമായിട്ട് ചുമ്മാതെ ഒന്നും പറയുന്നത് എല്ലാം പൊട്ടത്തരമാണ്. അതാണ് ആദില പറയുന്നത്. അടുത്തത് അനീഷ്. ആദിലെ സേഫ്റ്റി പിന്നായി ഉപമിച്ച്. അത് നമുക്ക് അറിയാതെ കുത്തിയാൽ പോലും രക്തം പൊടിയും. അതുപോലെയാണ് ആദില. അത് എനിക്ക് പല പ്രാവശ്യം എന്നെ കുത്തിയിട്ടുണ്ട്. സന്തോഷകരമായാണോ അല്ലാതെയാണോ എനിക്കറിയില്ല. പക്ഷേ എന്നെ ഇനി വേദനിപ്പിക്കലും അതെൻ്റെ ഒരു അപേക്ഷയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് പോകുന്നു. അടുത്തത് ഉണിയിൽ വന്ന് ലക്ഷ്മിയെ പറയുന്നത് ഇവിടുത്തെ ബീൻ ബാഗ് പോലെയാണ്. നമ്മളെല്ലാവരും വന്നപ്പം ബീൻ ബാഗ് നന്നായിട്ടാണ് ഇരുന്നത്. ഇപ്പോൾ എല്ലാവരും ഇരുന്ന് അതങ്ങ് പൊട്ടിപ്പൊളിഞ്ഞ് പോകാറായ മാതിരിയായി. അതുപോലെയാണ് ലക്ഷ്മി ഇപ്പോൾ. ബീൻ ബാഗ് പോലെ ആയിട്ടുണ്ട്. ആദ്യമൊക്കെ വന്നപ്പോൾ ഭയങ്കര പൊട്ടിത്തെറിയായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. അടുത്തത് അനുമോള് വന്ന് ആര്യനെ കുറിച്ചാണ് പറഞ്ഞത്. വെയിലത്ത് കിടക്കുന്ന ചെയർ പോലെയാണ്. നമുക്കത് ഇരിക്കാൻ പറ്റുന്നില്ല. വെറുതെ തുണികളൊക്കെ വിരിച്ചിടാം. അതേപോലെ തന്നെയാണ് ആര്യൻ. വെറുതെ അവിടെ ഇരിക്കുന്ന അത്ര തന്നെ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അടുത്തത് നൂറ വന്ന് ബ്രഷായിട്ട് ഒണിയലിനെ ഉപമിക്കുന്നത്. ഏറ്റവും കൂടുതൽ തവണ ബ്രഷ് ചെയ്യുന്നത് ഒണിയലാണെന്ന്. അടുത്ത ജിഷേൽ വന്ന് അനുമോളെ മിററുമായി ഉപയോഗിക്കുന്നത്. നമുക്കറിയില്ല അകത്ത് എന്തുവാണെന്ന്. അതേപോലെയാണ് അനുമോൾ. കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മൾ നോക്കുമ്പോൾ, പക്ഷേ നമുക്കറിയില്ല അവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, മിററിനെ പോലെ. ആര്യനെ പറഞ്ഞതിന് പകരം പറഞ്ഞതാണെന്ന് തോന്നുന്നു ജിഷേൽ. പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടുപേരും തിരിച്ചു ചെന്നിരുന്നപ്പോൾ ആര്യനും ജിഷേലും കൂടെ സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ ചാനലാണ്. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.